ഹലോ ഫ്രണ്ട്സ്, ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് പറയുകയാണ്. അപ്പോൾ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ബിന്നിനോട് പറയുകയാണ് ഒരു ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ റെഡിയായി നിൽക്കണം, അടുത്ത ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ സ്വീകരിക്കാനായി ഗാർഡൻ ഏരിയയിൽ പോയി നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വേറെ രണ്ടുപേരുടെ ഫാമിലിയാണ് ഇപ്പോൾ വരുന്നത്. ആരുടെ ഫാമിലിയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റോർ റൂമിൽ ഒരു ബോർഡ് ഉണ്ടാവും, അതിൽ കുറച്ച് സ്പെല്ലിങ്സ് ഉണ്ടാവും, അത് മാച്ച് ചെയ്ത് ആരുടെയൊക്കെ എന്ന് വെച്ച് കണ്ടുപിടിക്കണം പറയുന്നത്. അങ്ങനെ മാച്ച് ചെയ്ത് കിട്ടുന്നതാണ് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും. അങ്ങനെ അവർക്ക് ഫാമിലിയെ കാണണമെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്, ഒന്നും എളുപ്പമാവില്ല, 7ൻ്റെ പണിയല്ലേ, അപ്പോൾ 7ൻ്റെ പണി കഴിഞ്ഞാലേ ഫാമിലിയെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണേ. എന്നിട്ട് ഇവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഫാമിലി ഫോട്ടോൻ്റെ പസിൽസ് ഉണ്ടാവും, അത് കറക്റ്റായി ചെയ്യുകയും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഒരു ടാസ്ക് ഉണ്ട്, അത് ഈ ഫാമിലി ഫോട്ടോൻ്റെ പസിൽസ് കറക്റ്റായി ചെയ്താലാണ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ 2 ടാസ്കും കഴിഞ്ഞാലാണ് ഫാമിലിയെ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഷാനവാസ് ഫസ്റ്റ് കുറച്ച് സമയം എടുത്തു. ഞാനും കരുതി ഇത് എന്ത് ഇത്ര സമയം എടുക്കണം, ബിഗ് ബോസ് പറഞ്ഞ് സമയം കുറച്ചേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ കുറച്ച് സ്പീഡാക്കി ഷാനവാസ് ഫസ്റ്റ് കഴിഞ്ഞ് ബോക്സ് തുറന്നു. സെക്കൻഡുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബോക്സിനുള്ളിൽ ഒരു സ്കെയിൽ ഉണ്ടാവും, അതെടുത്തിട്ട് കുറച്ച് ടൈസ് ഉണ്ടാവും, ആ ടൈസിന് കറക്റ്റ് കൗണ്ട് വെച്ചിട്ട് 1 2 3 എന്നുള്ള കൗണ്ട് വെച്ചിട്ട് മുകളിലേക്ക് വെക്കണം ആ സ്കെയിലിൻ്റെ. എന്നിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അത് വായിൽ കടിച്ചു പിടിച്ച് കൊണ്ടുപോയി എൻഡിൽ ഒരു ബൗൾ ഉണ്ടാവും, അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം എന്നായിരുന്നു. ഫസ്റ്റ് ആ ടാസ്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ ഓരോന്നായിട്ട് എടുത്ത് മുകളിലേക്ക് വെക്കണം എന്നായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ബിഗ് ബോസിന് മനസ്സിലായി ഇത് ശരിയാവില്ല, മനസ്സിലായിട്ട് ബിഗ് ബോസ് തന്നെ ഒരുമിച്ച് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം സമയം ഒരുപാടായി. ടാസ്ക് കൊടുത്തെങ്കിലും രണ്ടുപേർക്കും നെർവസായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു രണ്ടുപേരും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തു. ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുമ്പോഴും നമ്മുടെ അനീഷിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അനീഷ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം അനീഷിൻ്റെ കല്യാണ ഫോട്ടോ ആയിരുന്നു കൊടുത്തത്. സോ അറിയാം, ഡൈവേഴ്സായ ഒരാളുടെ കല്യാണ ഫോട്ടോ കൊടുത്താൽ അയാൾ ആ ഫോട്ടോ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാകും. അതിൻ്റെ കൺഫ്യൂഷൻസ് അനീഷിന് ഒരുപാടുണ്ടായി. അമ്മയുടെ ഇതൊക്കെ കടന്നിട്ട് എന്താ പറയുക, ഫോട്ടോ പസിലൊന്നും കറക്റ്റായി വെക്കാൻ പറ്റാണ്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു അനീഷ് അത് മതി, അടുത്ത ടാസ്കിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അനീഷ് വീണ്ടും സെക്കൻഡ് ടാസ്കും അതുപോലെ തന്നെ ഒരുപാട് സമയം പിടിച്ചു. അനീഷ് ബിഗ് ബോസ് വിളിച്ച് പറയേണ്ടത് ടൈം കഴിയാനായി എന്ന്. ബിഗ് ബോസ് അങ്ങനെ പറയല്ലേ, ബിഗ് ബോസ് അങ്ങനെ പറയരുത്, ഞാൻ ഇതെങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തോളാം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ടാസ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അനീഷ് പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. കാരണം പോകാൻ പറ്റുന്നില്ല, അത്ര പേടിച്ച് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടി നല്ലോണം പറ്റിയിരുന്നു. അനീഷ് പറയുന്നുണ്ട് ഞാൻ നെർവസാണ്, എനിക്ക് എന്ത് പറ്റി ബിഗ് ബോസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ടാസ്കിനിടയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ആക്ടിവിറ്റി ഏരിയയിൽ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിൽ വന്നതും അനീഷ് പിന്നെ അവിടെ കിടന്നു, ആകെ സങ്കടമായി, പിന്നെ കരച്ചിലൊക്കെ ആയി. പിന്നെ അവിടെ നിന്ന് അനീഷിനെ താങ്ങി പൊക്കിയിട്ടാണ് എണീച്ചതും. അമ്മയെ കണ്ട് ഭയങ്കര വിഷമമായി, പേടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറയുന്നുണ്ട് ടാസ്ക് അല്ലേ, അതൊന്നും കുഴപ്പമില്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ എല്ലാവരും കൂടെ പുറത്ത് വന്ന് ഇപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കണ്ടിട്ട് പിന്നെ അവർക്ക് ഈ വന്ന ഗസ്റ്റ് ഉണ്ട് എന്നുള്ള ഒന്നുമില്ല. ഫുഡ് കണ്ട് അവിടെ പിടിയും വലിയൊക്കെ ആയി. കുറച്ച് പേര് കൊണ്ടുപോയി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഫുഡ്. അങ്ങനെ അവർ പിന്നെ ബിന്നിയുടെ ഫാമിലിൻ്റെ കാര്യം, അത് എപ്പോഴാണ് ട്രെയിനിൻ്റെ സൗണ്ട് കേൾപ്പിക്കാമെന്നോ ഒന്നും പറയില്ല. അത് കേൾപ്പിക്കുന്ന ടൈം അവിടെ ബിന്നി ഉണ്ടാവണം എന്നതാണ് ബിന്നിക്കുള്ള ടാസ്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ഈ വന്നവരുടെ ഷാനവാസും അനീഷും ഇല്ലെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ലൈവ് അപ്ഡേറ്റ്.